കലാസ്നേഹികളെ, ഇത് ശരിക്കും ഒരു കുഞ്ഞു പടമാണ്. ഇത്തരം പടങ്ങളെ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കണം. പടം കണ്ടതിന് ശേഷം ഉണ്ടാകുന്ന കുണ്ഠിതം കക്കൂസിൽ കൊണ്ടുപോയി കളയണം. ഇതിലെ കഥാപാത്രങ്ങളെ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാമൂഹ്യ മാധ്യമത്തിൽ സ്വാധീനം ചെലുത്തിയവരാണ്, സോ കാൾഡ് ഇൻഫ്ലുവൻസേഴ്സ്. ഈ സിനിമയുടെ പശ്ചാത്തലം ഒരു കോളേജ് ഹോസ്റ്റലും അതിനോട് ചേർന്നുള്ള ഒരു സെമിത്തേരിയുമാണ്. ഈ ഓട്ടോയിൽ വരുന്നത് ചക്കപ്പുഴ റാഫി വന്നത് ഒരു ക്ലാസിക് കോമഡി. നേരെ കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് ഒരു പാവത്താനെ പോലെ വരുമ്പോ റൂമിനുള്ളിൽ അതാ നിൽക്കുന്നു ഫേസ്ബുക്ക് തന്റെ മടിക്കുത്തിൽ അടക്കി വെച്ചിരുന്ന തൃശൂർ കോർപ്പറേഷന്റെ സ്വന്തം ഫ്രീക്കൻ, കേരളത്തിന്റെ ആദ്യത്തെ ന്യൂജൻ ക്രഷ്, ദ ഫസ്റ്റ് എവർ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി മിസ്റ്റർ അജ്മൽ ഖാനും കൂട്ടുകാരനും. റൂമിലെത്തിയ റാഫി ബാഗിൽ നിന്ന് പാരസെറ്റമോളിന്റെ ഒരു ഡപ്പയും ഒരു കുപ്പി വെള്ളം ഒരു കുപ്പി ഒരു അച്ചാറും എടുത്ത് പുറത്തു വെക്കും. പിന്നെ അറിയാലോ, ആദ്യം ഒരു പെഗ് അടിച്ച അച്ചാരം നക്കി അങ്ങ് ഉഷാറാകും. ഈ ഒരു തരം കോമഡിയൊക്കെ പണ്ട് മനോജ് ഗിന്നസ് സ്റ്റേജ് ഷോയിൽ വിട്ട കാര്യങ്ങളാണ്. 2026 ഓമാർ ആ കോമഡി കൊണ്ടിരിക്കുകയാണ്. എടാ, ബസ് കൂലിക്ക് ഞാൻ പൈസ അയച്ചുതരാം. നിങ്ങൾ കള്ളവണ്ടി കയറിയെങ്കിലും 2026 വാ. ദാണ്ട വീക്ക് വ്ളോഗ്സ്, അവന്റെ തലമുടിക്ക് എന്തൊരു തരികിട നിറം. പേടിക്കണ്ട കേട്ടോ, ഒരു വലിയ നീളമുള്ള റീല് കണ്ട സുഖമാണ് ഈ പടം കണ്ട. പിന്നെ കോളേജ് ഹോസ്റ്റലല്ലേ, ജൂനിയർ സീനിയർ ഉണ്ടാകുമല്ലോ. കാലങ്ങളായ സീനിയേഴ്സിനും ജൂനിയേഴ്സിനെ കണ്ട റാഗിയെന്നല്ലേ അറിയാവൂ. ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോ അതല്ലാതെ വേറെ എന്താണ് എഴുതാനുള്ളത്? ഈ പാരിജാതത്തിലെ JP പോലെ താടി വെച്ചവനാണ് സീനിയർ. അവൻ സീനിയർ ആയതുകൊണ്ട് അവൻ ജൂനിയേഴ്സിനെ പിടിച്ച് വീണ്ടും റാഗിയാൻ ശ്രമിക്കും. ഇതാരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയിരിക്കും. പിന്നെ ഇത് അമൃതം പൊടി, അപ്പുറത്തെ വീട്ടിലെ ഐശ്വര്യ റായ്. മുൻ ലോകസുന്ദരി ഐശ്വര്യ റായ് ബച്ചന്റെ രൂപസാദൃശ്യമുള്ള ഇടുക്കി തൊടുപുഴ സ്വദേശിനിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ താരം. മലയാള സിനിമയിൽ ആർക്കൊപ്പം അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം? എനിക്ക് രാജുവേട്ടന്റെ കൂടെ അഭിനയിക്കണം. പെണ്ണുങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായി എന്തായിരിക്കും നടക്കാൻ സാധ്യത? ഇവര് കുറച്ച് ഡയലോഗ് ഒക്കെ അടിക്കുമ്പോൾ അവന്മാർ അതിൽ ഇംപ്രസ് ആയി ഇവരെ വെറുതെ വിടും. സ്വാഭാവികം. നിങ്ങള് കേട്ടൊക്കെ സത്യം തന്നെയാ. നമ്മളറിയാണ്ട് കൂടെ ഒരു അല്ല പോലെ അനങ്ങില്ല. ഇത്തരം കോമഡി ഒന്നും കൊണ്ട് ഈ സിനിമ തീരൂല ഗൈസ്. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടാണ് ഈ സിനിമയെ പറ്റി പറയുന്നത്. ഈ പടം മുഴുക്ക കോമഡി ആയതുകൊണ്ട് ഞാൻ കുറച്ച് സീരിയസ് ആവാന്ന് കരുതി. ഇതെന്റെ റോസ്റ്റിംഗ് ആണെന്നൊന്നും കരുതരുത്. ഈ പടം കണ്ടതിന് ശേഷം ഞാൻ നമ്പായിരിക്കുകയാണ്. എന്റെ മനസ്സിൽ നിന്ന് ഒരു പുണ്ണാക്ക പോലും വരണില്ല. അല്ല, ഇതിപ്പോ എന്ത് റോസ്റ്റ് ചെയ്യാനാണ്? സ്വയം ഈ പടമേ ഒരു റോസ്റ്റ്. ഈ സീൻ നോക്കൂ. ക്ലാസ്സിൽ പഠിക്കാതിരിക്കുന്ന കുട്ടിയെ വിളിച്ച് ബോർഡിൽ ഉത്തരം എഴുതാൻ പറയുന്ന അധ്യാപകൻ. അശ്രദ്ധയാലുവായി ഇരിക്കുന്ന കുട്ടി കാതൽ കൊണ്ടയിലെ ധനുഷിനെ പോലെ ബോർഡിൽ ഉത്തരം എഴുതുമെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അത് സംഭവിക്കും. ബട്ട് അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നേരത്തെ ഉത്തരം എഴുതി വെച്ചിരുന്നതിന്റെ മുകളിലൂടെ അവൻ പടം വരയ്ക്കും. അത് മാത്സ് ചോദ്യത്തിന് അവൻ കെമിസ്ട്രിയുടെ ഉത്തരം എഴുതി വെച്ചെന്ന്. ഞാൻ എഴുതി വെച്ച മാത്സിന്റെ ക്വസ്റ്റ്യനുള്ള ആൻസർ നീ കെമിസ്ട്രിയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. എടാ, എന്തോന്ന് M00JI കോമഡി എടാ ഇത്. നിന്നെയൊക്കെ ഞാൻ എന്തോന്ന് പറയാൻ. എങ്ങനെടാ ഇങ്ങനെ ഒരു സിനിമയൊക്കെ എടുക്കാൻ തോന്നണ പ്രൊഡ്യൂസറെ? ഈ പടം എടുക്കാൻ വേണ്ടി വിചാരിച്ച് മാറ്റിവെച്ച പൈസ നിങ്ങളെ തലക്കൊഴിഞ്ഞ് ഏതെങ്കിലും അമ്പലത്തിന്റെ കാണിക്കയെ കൊണ്ടിട്ടിരുന്നെങ്കിലേ ആ കാണിക്കയെ കൂടെ പൊട്ടിത്തെറിച്ചേനെ. ഇനി ശേഷം കൂട്ടത്തില് പ്രായത്തിന് ബാക്കിൽ നിൽക്കുന്നവനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എടാ, ഇതിൽ അവനല്ലേ റിഷാദ്? ഈ വെളുത്തിട്ട് പാറയവനൊക്കെ ഇപ്പോഴും ഉണ്ടാ. എന്തായാലും കൂട്ടത്തിൽ സീരിയസിന്റെ ഒക്കെ തന്ത എന്ന് പറയും. നിങ്ങൾ കോളേജ് ഹോസ്റ്റലിന്റെ അങ്ങേ അപ്പുറത്തുള്ള സെമിത്തേറിൽ പോയി 12 മണിക്ക് അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്ത് വീഡിയോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്യണം. അതാണ് നിങ്ങളുടെ റാഗിങ് എന്ന്. പിന്നെ 5 പിള്ളേരെ വളർത്തി വലുതാക്കി എക്സ്പീരിയൻസ് ആയിട്ട് കോളേജിൽ ഇപ്പോഴും പഠിക്കുന്ന ഒരു അച്ഛന്റെ അപേക്ഷ പുതുതായി വന്ന പിള്ളേർ എങ്ങനെ തള്ളിക്കളയും? അവര് നേരെ സെമിത്തേരിയിലോട്ട് പോകും. ഇതൊരു ഫ്രഷ് കോൺസെപ്റ്റ് വന്നല്ലേ. ഈ പ്ലോട്ട് വല്ല നോളജ് കിട്ടിയിരുന്നെങ്കിൽ ഡികാപ്രിയാണ് ഇതിന് നായകൻ. എന്തായാലും സെമിത്തേരി ചെല്ലുമ്പോ അവിടെ ഒരു ഷോവ്. പിന്നല്ലാതെ പാതിരാത്രി സെമിത്തേരിയിലെ പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് പാലും കൊടുത്തിരുന്ന പട്ടിയുടെ ഇടയിൽ ചെന്ന് കയറി കൊടുത്ത് അത് കടിക്കൂലേ? സ്വസ്ഥമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയ പട്ടിയെ ശല്യപ്പെടുത്തിയ അവന്മാരെ കുട്ടൂസിനെ നോക്കി പട്ടി ചാടി കടിക്കാൻ നോക്കും. ഭാഗ്യത്തിന് അതൊരു ശ്വാസം മുട്ടുള്ള പട്ടിയായോണ്ട് ഉമാർ രക്ഷപ്പെട്ടു. എടാ, നിന്റെ കയ്യിൽ ദൂരം 4ാമതും കുരിച്ച്. ബട്ട് പിറ്റേ ദിവസം ഉമാർക്ക് 2 പനി പിടിക്കും. അജ്മൽ ഖാൻ തലയിൽ ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെച്ചേക്കണേ. പിന്നെ കൂട്ടത്തിൽ ധൈര്യശാലിയായി ലെവന് പനിയൊന്നും വരൂല. അവൻ എന്ത് ചെയ്യും? അവൻ നമ്മുടെ വീക്യുവിനെയും വേറൊരുത്തിനെയും കൂട്ടി പ്രിൻസിപ്പൾ അച്ഛന്റെ റൂമിൽ പോയി റാഗിങ്ങിന് കംപ്ലൈന്റ് കൊടുക്കും. അതോടെ പ്രിൻസിപ്പൾ ഉമാരെ വാൺ ചെയ്തങ്ങ് വിടും. ജോർജൊക്കെ സീനിയേഴ്സ് ആണ്.
യവന്മാരെന്താണ് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയേഴ്സ് ഇനി ജൂനിയേഴ്സിനെ അടിക്കാൻ പോകണം. അവന്മാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തോണ്ട് യവന്മാരെ തല്ലുവന്ന്. മോനെ സ്റ്റൈലഞ്ചൊക്കെ സീർട്ട് വലിക്കലടാ, അല്ലി കറയും വരും ചോന്ന ചുണ്ടും കറക്കും. മാറില്ലടാ പന്നി, എന്റെ മുമ്പ് കൂടെ നീ ജഗ്ഗിൽ വെള്ളം കൊണ്ടുപോടാ. അപ്പൊ ഗൈസ് വേറൊരു സംഭവം ഉണ്ട്. അവിടെ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയുണ്ട്. ഇവന്മാരെല്ലാരും കൂടി നേരെ മറ്റവന്മാരെ തപ്പി അവന്മാരെ റൂമിലേക്ക് പോകും വഴി ആ വെളുത്തിട്ട് പറഞ്ഞു ആദ്യമേ കയറി അഭിനയിക്കണം. ഇവിടെ ഡയറക്ടർ പറഞ്ഞിട്ട് അഭിനയിച്ചാ മതിറാ. സംഭവമേ ഗൈസ്, അവന്മാർക്ക് എല്ലാവർക്കും ആ റൂമിന്റെ ഫ്രണ്ടിൽ എത്തിയതും പ്രസവ വേദന ഉൾപ്പെടെയുള്ള എല്ലാ വേദനകളും അങ്ങ് ഒരുമിച്ച് വരും. ശേഷം പിറ്റേന്ന് ജോർജിന്റെ മുഖത്ത് മുക്കോക്കല നാണ ആറ്റിറ്റ്യൂഡാക്കി ഇട്ട് വെച്ചേക്കണം. എന്നിട്ട് എന്തോന്നു സീനിയേഴ്സിന്റെ തല്ലി പേരെടുക്കണ ജൂനിയേഴ്സ് അല്ല അവന്മാരെന്നും പറഞ്ഞ് അവന്മാരവിടെ മുട്ടുകുത്തിയിരുന്ന് കരയും. പോരാത്തതിന് സീനിയേഴ്സിനെ അവന്മാര് പൊക്കിയടിക്കും. മഹാഷ്മതി സാമ്രാജ്യത്തെ ബാഹുബലി പോലെ നമ്മുടെ ഹോസ്റ്റലിൽ ഒരു ബാഹുബലി ഉണ്ട്. നോക്ഷ്യസ് ടീമിന്റെ അമരക്കാർ നമ്മുടെ നോണിച്ചിട്ട് ആണുങ്ങളിൽ ആണായ കടയാടി സിജോ ചേട്ടൻ. ക്രൂവൽ കോൾഡ് ബ്ലഡഡ് നോക്ഷ്യസിന്റെ നമ്മുടെ സ്വന്തം അഖിലേട്ടൻ. ഒരു നല്ല ഡയലോഗ് പോലും പറയാൻ പറ്റുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഈ രാജ്യത്തെ ഇല്ലേടേ. ഓക്കെ കേസ്, ഇനി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാത്രി ഇരുന്ന് വെള്ളം അടിച്ചിട്ട് പിടുത്തമായിട്ട് കള്ള് തീർന്നത് കാരണം വീണ്ടും കള്ളൊപ്പിക്കാനായി നമ്മുടെ കോവിലകം റൂമിൽ അടച്ചിട്ടിരുന്ന റൂം, അത് പണ്ടും കണ്ട് അതിനകത്തൊരു അച്ഛൻ താമസിച്ചിരുന്ന റൂമാണ് അത്രേ. അതിനകത്തൊക്കെ 1947 മുതലുള്ള വൈനൊക്കെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട് അത്രേ. കാലപ്പഴക്കം കൂടുന്തോറും വീര്യം കൂടുമല്ലോ. അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാവുമ്പോൾ ആ റൂം തുറന്ന് അകത്ത് കയറും. റൂമിനകത്ത് കയറിയ അവന്മാർ എന്ത് ചെയ്യും, റൂമിന്റെ തറഭാഗം കുഴിക്കുമ്പോ അവന്മാർക്ക് വീഞ്ഞിനേക്കാളും പഴക്കമുള്ളൊരു സാധനം അതിനകത്തുനിന്ന് കിട്ടും. ഒരു വലിയ മുതുക്ക് ചിമ്പാൻസിയുടെ തലയോട്ടി. തലയോട്ടി കണ്ട് പേടിച്ച അവന്മാര് അത് വെട്ടിമൂടി നേരെ റൂമിൽ ചെന്ന് പേടിച്ചിരിക്കും. പക്ഷെ പിന്നെ അങ്ങോട്ട് അവിടെ നടക്കുന്ന എല്ലാ അത്ഭുത സംഭവങ്ങളാണ്. മാഷ് വിളിച്ച് ബോർഡിൽ ഉത്തരം എഴുതാൻ പറയുമ്പോൾ ട്രാഫിക് കാതൽ കൊണ്ടില്ല ധനുഷാകും. മാത്രമോ അവരറിയത് ഏതോ ബുക്ക് സ്റ്റാളിൽ പോയി A4 സൈസ് പേപ്പറും വാങ്ങി ഫയലും വാങ്ങി പേനയും വാങ്ങി കുത്തിയിരുന്ന് പ്രേതം അവര് 3 പേർക്കും വേണ്ടി അസൈൻമെന്റ് എഴുതി പൂർത്തിയാക്കി കൊണ്ടുപോയി ടേബിളിന്റെ മുകളിൽ വെക്കും. അത് ഏറ്റവും മുകളിൽ. തീർന്നില്ല, രാത്രി അടിക്കാൻ മദ്യം തീർന്നു പോയെന്ന് പറയുമ്പോ ഒരു 60 കൊടുന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഓൾഡ് മാങ്കിന്റെ ഒരു 60 ഗ്ലാസ്സിൽ നിറച്ചങ്ങ് വെക്കും. ഇത്താണ്ട പ്രേതം. ശേഷം അവർ കോളേജിനകത്തൂടി പോകുമ്പോൾ കോളേജ് ക്യാമ്പസിനകത്ത് പാനിപൂരി ബേൽപൂരി വിൽക്കുന്ന ഒരു വെടക്കേ ഇന്ത്യൻ ചേട്ടൻ കോളേജിലെ സുന്ദരികളായ നാരിയെ കാണുമ്പോൾ അവരെ കടന്നു പിടിക്കാൻ ശ്രമിക്കും. എവിടെ ഈ കോളേജ് ഇരിക്കണ? പെരുമ്പാവൂരില്ല. അല്ലേ തന്നെ കോളേജ് ക്യാമ്പസിനകത്ത് പാനിപൂരി ബേൽപൂരി മസാൽപൂരി ഒക്കെ ആരുടെ വിൽക്കാൻ അനുവാദം കൊടുക്കുന്നത്? ചിലപ്പോ റോഡിലായിരിക്കും അല്ലേ. എന്തായാലും ഈ കോളേജ് പെരുമ്പാവൂരിലാണ്, അതെനിക്ക് ഉറപ്പാണ്. തന്റെ കൂട്ടുകാരികളെ മൊളസ്റ്റ് ചെയ്യാൻ നോക്ക ഈ ചെമ്പം വിനോദിനെ കണ്ടതും അപ്പൊ തന്നെ എവിടെ നിന്നില്ലാത്തൊരു ശക്തി അവന്മാർക്ക് കിട്ടും. ആ ശക്തി വെച്ച് ആ അതിഥി തൊഴിലാളികളെ എല്ലാവരും ഇവന്മാർ ഇടിച്ച് തെറിപ്പിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങളുടെ ഘോഷയാത്രയാണ്. അടിച്ച് പൂസായ നമ്മുടെ കൂട്ടുകാരൻ സെമിത്തേരി പോയി കിടന്നുറങ്ങും. റൂമിലെ മുത്തുച്ചിപ്പിയും ഫയറും ഒക്കെ ആരോ വാരിയിട്ട് കത്തിക്കും. ശ്രദ്ധിക്കട്ടോ. എടാ മുതുകാളെ, നീ ആദ്യം പോയി നന്നാവ്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടും? പിന്നെ ഉണ്ട്, ചോറിനെ ഇരിക്കുമ്പോ ചോറ്റ പാത്രത്തിൽ ഫാൻ വന്ന് വീഴും. 2 പല്ല് വീണ്ടെന്നെങ്കിലും സഹിക്കരുത്. ഫാനൊക്കെ വീണ് കഴിഞ്ഞോ. അത് മാത്രമല്ല ഇത്തരം സംഭവങ്ങളൊക്കെ കാണുമ്പോ പ്രേതം ഇനി വേണ്ട, പ്രേതം ഇനി പൊക്കോന്ന് പറയും. അപ്പൊ തന്നെ റാഫിയുടെ ചക്കപ്പഴത്തിന് കുത്തിപ്പിടിച്ച് പ്രേതം അവനെ ഏറി കയറ്റും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവന്മാര് പ്രേതം ആയിരുന്നു കണ്ടുപിടിക്കാനുള്ള പോക്കില് ഒടുവിൽ പഴയ വാർഡനെ കണ്ടെത്തും. പറയും അവിടെ 3 കൂട്ടുകാർ താമസിച്ചിരുന്നു, അതിൽ ഒരുത്തിനെ കാണാനില്ലെന്നും ബാക്കി 2 പേര് വിദേശത്ത് പോയി നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാകും അതിലെ 3ാമത്തെ കൂട്ടുകാരൻ മയ്യത്തായി എന്ന്. അങ്ങനെ യോമാർ വിചാരിക്കും മറ്റേ 2 കൂട്ടുകാരും കൂടെ ഈ മയ്യത്തായി പോയ മനു എന്ന് പറഞ്ഞ കൂട്ടുകാരനെ അടിച്ച് കൊന്നതാണ്. അങ്ങനെ മനുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മനുവിന്റെ അമ്മേനെയും പെങ്ങളെയും കാണും. ഈ കല്യാണത്തിന്റെ അന്നാണ് അവർ തമ്മിൽ എന്തോ വാർത്തർക്കവും പ്രശ്നം ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് മനുവിന്റെ തിരോധാനം ഉണ്ടാവുന്നതും. അപ്പൊ മനു എന്നെ പ്രേതം അവന്റെ ആഗ്രഹം അവന്റെ പെങ്ങളെ കെട്ടിച്ച് വിടണം എന്നാണെന്നും പറഞ്ഞ് യോമാര കല്യാണം ഏറ്റെടുത്ത് നടത്താമെന്നും പറഞ്ഞ് ഹോസ്റ്റലിൽ പോയി അമൃതം പൊടിയും കണ്ട് കുറച്ച് അച്ചാറും വാങ്ങി ഗേൾസും ബോയ്സും കൂടെ കൂട്ടത്തോടെ പൈസ പിരിവിട്ട് ആ കല്യാണം അവന്മാരങ്ങ്
നടത്താൻ തീരുമാനിക്കും. എന്തായാലും ഒരു വഴിക്ക് പോണല്ലേ ഇങ്ങനെ ഇരിക്കട്ടെ ഒരു കഥാപാത്രം ഒന്നും പറഞ്ഞ് ഇന്നാ പിടിച്ച ഒരു അച്ഛനും കൂടി ഇരിക്കട്ടെന്ന്. തൂങ്ങിയ കിളിമണികൾ നല്ല തിളക്കത്തിൽ എന്തൊരു രസമായാടാം പാടാം മഞ്ഞിൻ രാവുകളിൽ. ഹേ കിളികിലുമണികൾ കിളികിലുമണികൾ എല്ലാ വഴികളിലും എന്തൊരു രസമാണ് ഇന്നീ വഴി. മോന്ത നിറച്ച് താടിയ ക്രിസ്മസ് അപ്പൂപ്പന്റെ അച്ഛനാ. അങ്ങനെ ഒടുവിൽ ഗൈസ് ആ പിള്ളേരെല്ലാരും കൂടി ചേർന്ന് കല്യാണം ഭംഗിയായി നിറവേറ്റുകയാണ്. നന്ദി സൂചകമായി അമ്മ 2 കണ്ണീർ പൊഴിച്ച് ഇവരോട് 2 നല്ല വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കവേ പെട്ടെന്ന് അവിടെ നിന്ന് അതാ ഒരു ട്വിസ്റ്റ്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു അപാര വ്യക്തിത്വം അങ്ങോട്ട് സത്വം പോലെ കടന്നു വരികയാണ്. അമ്മേ മനു തന്നെ അമ്മേ. അടപ്പാവി ചുമ്മാണ ഈ പടം 8 ദിക്കിലും പൊട്ടിയത്. ഇങ്ങേരെ തലവട്ട കണ്ട് തിയേറ്റർ വരെ പൊട്ടിത്തെറിക്കും. സോ ഗൈസ് ചത്തുപോയ മനു ജീവനോട് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ആ തലയോട്ടിയും പ്രേതവും അതാരത്? അത് പ്രേതം തന്നെ വളരെ ബ്രില്യന്റ് ആയിട്ട് പറയും. ബോർഡിൽ എഴുതിയിരുന്ന മനു എന്നുള്ള പേരിലെ എം മായ്ച്ച് അനു ആക്കും. അതൊരു സ്ത്രീയുടെ പ്രേതമാണ് ഗൈസ്. ഇറ്റ്സ് നോട്ട് മനു, ഇറ്റ്സ് അനു. ബട്ട് ഈ പ്രേതത്തിന്റെ കഥ അത് ഈ കഥയിലല്ല, അത് മറ്റൊരു കഥയാണ്. അതിനൊരു 2ാം ഭാഗം ഉണ്ടെന്ന്. എന്തരഞ്ഞ് 2ാം ഭാഗം കാശ് മുടക്കി ഇമാതിരി കാട്ടവരാതൊക്കെ എടുത്തു വെച്ചിട്ട് ഇനി 2ാം ഭാഗവും. എനിക്ക് ഈ പടത്തിൽ ഒന്നും പറയാനോ റോസ്റ്റ് ചെയ്യാനോ പോലും തോന്നിയില്ല. ഞാൻ എന്തിനെന്റെ ബ്രെയിൻ ഉപയോഗിച്ച് വായി കിടക്കണം നാക്കിട്ടലച്ച് ഇതിൽ അനാവശ്യ കോമഡി കുത്തിക്കയറ്റി നിങ്ങളെ ബോറടിപ്പിക്കണം. പിന്നെ ഞാൻ കാരണം ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടേ അതിന്റെ നന്ദി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ആയിട്ട് പിന്നെ ആണെങ്കിൽ ഒരു കമന്റ് തൊട്ട് ഇട്ടോ. അത് മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, മേല 2ാം ഭാഗം എന്നും പറഞ്ഞ് ഈ പഞ്ചായത്തിൽ കണ്ടുപോലും ഒരുത്തനെ വല്ല റീലും ചെയ്ത് നടക്കാതെ അവനൊക്കെ പടം എടുത്ത് വെച്ചേക്കണം. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Love you.